ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമുക്ക് ഈ ഗോതമ്പ് റവ കൊണ്ട് നമുക്കിന്ന് ഒരു സ്വീറ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടത് 3/4 കപ്പ് ഗോതമ്പ് റവ രാവിലെ വെള്ളത്തിൽ കുതിർത്ത് കഴുകി വെച്ചിരിക്കുകയാണ്. 1/4 കിലോ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. 4 ഏലക്ക ഉണ്ട്. 100 ഗ്രാം നെയ്യാണ് വേണ്ടത്. ആദ്യം നമുക്ക് കുക്കറിൽ ഈ ഗോതമ്പ് ഇത് 3/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഗോതമ്പ് റവ നന്നായിട്ട് വെന്ത് ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് നോക്കാം. ഈ സ്വീറ്റ് ആണെങ്കിൽ ഞാൻ 15 ഇയേഴ്സ് ബാക്ക്, ഒരു 15 വർഷത്തിന് മുമ്പേ ഹിമാചൽ, പഞ്ചാബ്, ഹരിയാന, ഡൽഹിയിലൊക്കെ ഞാൻ ടൂർ പോയായിരുന്നു. അപ്പോൾ ഗോൾഡൻ ടെമ്പിളിൽ കിട്ടിയതാണ് ഈ സ്വീറ്റ്. ഭയങ്കര ടേസ്റ്റായിരുന്നു. അവിടെ പഞ്ചാബിൽ നമ്മൾ ചണ്ഡീഗറിൽ, അമൃത്സർ, ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ആ സ്ട്രീറ്റിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ നെയ്യുടെ മണമാണ്. എവിടെ തിരിഞ്ഞാലും നെയ്യുടെ മണമാണ്. അതുപോലെ പൂരിയും പൊട്ടറ്റോ കറിയും സബ്ജിയും ഉണ്ടാക്കുമായിരുന്നു. ഒരു പ്രത്യേക നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഞാൻ അവിടെ പോയപ്പോഴേക്കും, ആ ഗോൾഡൻ ടെമ്പിളിൽ പോയപ്പോഴേക്കും എനിക്ക് കിട്ടിയതായിരുന്നു ഈ പ്രസാദം പോലെ ഈ സ്വീറ്റ് കിട്ടിയതായിരുന്നു. അതിനുശേഷം ഞാൻ എപ്പോഴും ഈ നുറുക്ക് ഗോതമ്പ്, ചമ്പ ഗോതമ്പ് വാങ്ങിയാലും ഇതുപോലെ ഈ സ്വീറ്റ് ഉണ്ടാക്കുമായിരുന്നു. ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇത് ഞാൻ വേവിച്ച് എടുത്തിട്ടുണ്ട്. കുക്കറിലിട്ടാണ് വേവിക്കേണ്ടത് കേട്ടോ. ഒരു 2-3 വിസിലൊക്കെ വേണം. നന്നായിട്ട് വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. അടുപ്പിൽ ചീനിച്ചട്ടി വയ്ക്കുക. അതിലേക്ക് ഈ നെയ്യ്, ഒരു 100 ഗ്രാം നെയ്യെങ്കിലും വേണം. നെയ്യ് ഒഴിച്ചിട്ട് നെയ്യ് ചൂടായതിന് ശേഷം നമുക്ക് ഈ ഗോതമ്പ് വേവിച്ച് വെച്ചിരിക്കുന്നതിലെ ഗോതമ്പ് റവ ഇതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കണം. അവരാണെങ്കിൽ ഉള്ള വൈറ്റ് ഷുഗറാണ് ചേർത്തത്. ഞാനിവിടെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നെയ്യ് ഒഴിച്ച് എന്നിട്ട് ഈ ഗോതമ്പ് റവ വേവിച്ചല്ലോ അതുകൂടെ അതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് വറ്റി വരണം. ഇതിൻ്റെ കൂടെ പഞ്ചസാരയാണ് അവർ ചേർത്തിരുന്നത്. ഞാനിവിടെ ശർക്കരയാണ്, 1/4 കിലോ ശർക്കര ഊറിക്കി വെച്ചിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് നന്നായിട്ട് വറ്റണം. നന്നായിട്ട് ഈ ശർക്കരയും അതുപോലെ ഈ നെയ്യുടെ കൂടെ ഈ ഗോതമ്പ് റവയും കൂടെ ചേർന്ന് നന്നായിട്ട് വറ്റിച്ചെന്ന് എടുക്കണം കേട്ടോ. അത് കഴിയുമ്പോൾ ഏലക്ക പൊടിച്ച് നമുക്ക് ചേർക്കാം. ഭയങ്കര രുചിയുള്ള ഒരു സ്വീറ്റാണ് ഇത്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. കണ്ടോ, സ്വീറ്റ് തയ്യാറായി. ഇനി നമുക്കിതിലേക്ക് നെയ്യിൽ ഡ്രൈ ഗ്രേപ്സും കാഷ്യൂനട്ടും കൂടെ വറുത്തൊന്ന് ചേർക്കണം. എന്നിട്ട് നമുക്ക് വിളമ്പാം. സ്വീറ്റ് റെഡിയായി കേട്ടോ. ഇതെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. വളരെ ഈസിയാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ല അവർക്ക് ഒത്തിരി നന്ദിയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.